മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ ബജറ്റുകളൊക്കെ കണ്ടു. മാർക്കറ്റ് ഒരു പ്രത്യേക രീതിക്കാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് യെസ് ബാങ്കിൻ്റെ ഒരു ഓവർവ്യൂ നോക്കാൻ വേണ്ടിയിട്ടാണ്. 18 രൂപ 79 പൈസയാണ് കഴിഞ്ഞ ദിവസം ജനുവരി മാസം അഥവാ 2025 ജനുവരി മാസം 3-ാം തീയതി ക്ലോസ് ചെയ്യുമ്പം യെസ് ബാങ്ക് എന്ന് പറയുന്ന സ്റ്റോക്കിന് 18 രൂപ 79 പൈസയാണ്. സ്വാഭാവികമായി വലിയ എമൗണ്ടിൽ വാങ്ങിച്ചു വെച്ചാൽ ഇന്ന് എന്ത് ചെയ്യണമെന്ന് ഒരു ആശങ്കപ്പെട്ടിരിക്കുന്ന ഒരു സ്റ്റോക്കാണ് യെസ് ബാങ്ക് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് വളരെ ഏറെ പ്രാധാന്യമുള്ള ഒരു വീഡിയോ ആയിട്ട് പരിഗണിക്കേണ്ടി വരും. കാരണം ഇന്ന് വാങ്ങിക്കണോ വിൽക്കണോ അക്യുമുലേറ്റ് ചെയ്യണോ അത് നിങ്ങൾ സ്വന്തമായിട്ട് മനസ്സിലാക്കുക. നമ്മളൊരു ഓവർവ്യൂ പറയുന്നുണ്ട്, കൃത്യമായി അതിൽ നിന്ന് നിങ്ങൾക്ക് ഏറെക്കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതൊരു എഡ്യൂക്കേഷൻ പർപ്പസ് വീഡിയോ ആണ്. നമുക്ക് വിഷയത്തിലേക്ക് പോകാം. 18 രൂപ 79 പൈസയാണ്, അഥവാ 24 പൈസ മൈനസാണ് ഈ ഇന്നലെ ക്ലോസ് ചെയ്യുമ്പം റേറ്റ് വന്നിട്ടുള്ളത്. അഥവാ മൈനസ് പെർസെൻറ്റേജ് അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ 1.26% നെഗറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ദിവസത്തെ ഒരു പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ 18 രൂപ 66 പൈസ വരെയാണ് ലോ പോയിട്ടുള്ളത്. 18 രൂപ 95 പൈസ വരെ ഹൈയും പോയിട്ടുണ്ട്. 52 വീക്ക് അഥവാ 52 വീക്ക് ലോ വന്നിട്ടുള്ളത് 17 രൂപ 6 പൈസയും 52 വീക്ക് ഹൈ പോയിട്ടുള്ളത് 32 രൂപ 85 പൈസയാണ്. ഇതൊരു വലിയൊരു കാര്യമായി നമുക്ക് പരിഗണിക്കാം. കാരണം 52 വീക്കിൻ്റെ ഇടയിൽ ഇൻവെസ്റ്റ് ചെയ്ത ആളുകൾക്ക് നിരാശപ്പെടുത്താതെ ഒരു വലിയൊരു എമൗണ്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതിനുള്ള സൗകര്യം കമ്പനിയിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റും. നെക്സ്റ്റ് നമ്മൾ സാധാരണയായി നോക്കുന്നതാണ് അനലിസ്റ്റുകളുടെ എസ്റ്റിമേറ്റ് എന്തൊക്കെയാണെന്നുള്ളത്. 11 അനലിസ്റ്റുകളാണ് നമ്മളിവിടെ കാണുന്നത് പോലെ പങ്കെടുത്തിട്ടുള്ളത്. യെസ് ബാങ്കിൻ്റെ കാര്യത്തിൽ ബൈ റെക്കമെൻഡേഷൻ ഒരു അനലിസ്റ്റ് പോലും റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഹോൾഡ് ചെയ്യാൻ 27% പറയുന്നുണ്ട്. അഥവാ 27% അനലിസ്റ്റുകൾ നിങ്ങൾ ബൈ ചെയ്തോ അല്ല ഹോൾഡ് ചെയ്തോളൂ എന്ന് പറയുന്നുണ്ട്. സെൽ ചെയ്യാൻ വേണ്ടി പറയുന്നത് 73%. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് അവരുടേതായ കൺസെപ്റ്റുകളിൽ നിന്ന് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അവർ പറയുന്നതാണ് ഇങ്ങനെ ഒരു പെർസെൻറ്റേജ് അടിസ്ഥാനത്തിൽ നമുക്ക് കാണിച്ചു തരുന്നത്. പക്ഷേ ഇത് തീർത്തും ശരിയാണെന്നൊന്നും ഒരിക്കലും നമ്മൾ വിശ്വസിക്കരുത്. കാരണം സ്റ്റോക്കാണ്, എപ്പോഴും മിറാക്കിൾ സംഭവിക്കാൻ പറ്റും, ഷെയർ മാർക്കറ്റാണ്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഫണ്ടമെൻ്റൽ സൈഡാണ്. ഫണ്ടമെൻ്റൽ സൈഡിൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 59,759 കോടി രൂപയാണ്. പി ബി റഷ്യോ ടിടിഎം ബേസ് ചെയ്തിട്ട് 27.62, പി ബി റഷ്യോ 1.27, ഇൻഡസ്ട്രി പി റഷ്യോ 12.37, ഡെപ്റ്റ് ടു ഇക്വിറ്റി നോട്ട് അപ്ലിക്കബിൾ ഓർ നോട്ട് അവൈലബിൾ ആണ്. റിട്ടേൺ ഓൺ ഇക്വിറ്റി അഥവാ ROE 4.62%. EPS TTM ബേസ് ചെയ്തിട്ട് പറയുകയാണെങ്കിൽ 0.69, ഡിവിഡൻഡ് ഈൽഡ് 0 ആണ്. ബുക്ക് വാല്യൂ വരുന്നത് 14.99, ഫേസ് വാല്യൂ വരുന്നത് 2 രൂപയുമാണ്. ഇനി ഫിനാൻഷ്യൽ സൈഡ് നോക്കുകയാണെങ്കിൽ റവന്യൂയുടെ ത്രൈമാസ കണക്ക് നമുക്കൊന്ന് പരിഗണിക്കാം. 2023 ഡിസംബർ ക്വാർട്ടർ ടു 2024 ഡിസംബർ ക്വാർട്ടർ വരെയുള്ള കണക്കുകളാണ് നമുക്ക് മുമ്പിലുള്ളത്. 2023 ഡിസംബർ ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പം 8,243 കോടി രൂപയാണ് കമ്പനിയുടെ റവന്യൂ. 2024 മാർച്ച് ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പം 9,200 കോടി രൂപയെ അത് വർദ്ധിക്കുന്നതായി കാണുന്നുണ്ട്. 2024 ജൂൺ ക്വാർട്ടറിലേക്ക് എത്തുമ്പം അല്പം താഴോട്ട് പോയിട്ട് 8,996 കോടി രൂപയായിട്ട് ചുരുങ്ങിയിട്ടുണ്ട്. പക്ഷേ അത് വലിയ കാര്യമാക്കേണ്ടതില്ല. കാരണം 2024 സെപ്റ്റംബർ ക്വാർട്ടറിലേക്ക് എത്തുമ്പം 9,225 കോടി രൂപയിലേക്ക് എത്തിയിട്ടുണ്ട് കമ്പനിയുടെ റവന്യൂ. 2024 ഡിസംബർ ക്വാർട്ടറിലേക്ക് എത്തുമ്പോൾ 9,416. ഈ ഒരു ലെഗ് തന്നെയാണ്, അഥവാ 2024 ഡിസംബർ ക്വാർട്ടറാണ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മികച്ച് നിൽക്കുന്ന ഒരു കണക്ക് കമ്പനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി കമ്പനിയുടെ തന്നെ റവന്യൂ നമുക്ക് ഇയർലി ബേസ് ചെയ്തിട്ട് നോക്കാം. ടോപ്പ് നിൽക്കുന്നത് 2020 ആണ്. 2024 വരെയുള്ള കണക്കുണ്ട്. 2020 കമ്പനിയുടെ ഒരു റവന്യൂ എന്ന് പറയുന്നത് 38,008 കോടി രൂപയാണ്. 2021 23,146 കോടി രൂപയാണ്. നെക്സ്റ്റ് 2022 വരുമ്പോൾ അല്പം വീണ്ടും കുറഞ്ഞിട്ടുണ്ട്, 22,424 കോടി രൂപയും. നെക്സ്റ്റ് 2023 വരുമ്പോൾ ഒരു ആശ്വസിക്കാൻ പറ്റുന്ന രൂപത്തിലൊരു ഇൻക്രീസ് കാണുന്നുണ്ട്, 26,585 കോടി രൂപ. 2024 എത്തുമ്പോൾ 32,961 കോടി രൂപയാണ് കമ്പനിയുടെ റവന്യൂ വാർഷിക അടിസ്ഥാനത്തിൽ പറയുമ്പോൾ നമുക്ക് കിട്ടുന്നത്. നെക്സ്റ്റ് പ്രോഫിറ്റിൻ്റെ കാര്യം പരിഗണിക്കാം. പ്രോഫിറ്റിൻ്റെ കാര്യത്തിൽ ഇയർലി ബേസ് ചെയ്തിട്ട് നോക്കുകയാണെങ്കിൽ പിച്ച വെച്ച് കയറുന്നുണ്ട് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. കാരണം 2020 കമ്പനിയുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഒന്നുമില്ല, മൈനസായിട്ട് 16,433 കോടി രൂപയാണ്.
അതാണ് ഒറ്റ വർഷം കൊണ്ട് 3489 കോടി രൂപയ്ക്ക് ചുരുക്കാൻ കമ്പനിക്ക് പറ്റിയത്. രണ്ടാമത് 2022 എത്തുമ്പം 1064 കോടി രൂപ പ്രോഫിറ്റായിട്ട് പോസിറ്റീവായിട്ട് അവർക്ക് ക്രിയേറ്റ് ചെയ്യാനും അതങ്ങനെ തന്നെ കീപ്പ് ചെയ്യാനും പറ്റിയിട്ടുണ്ട്. 2023 എത്തുമ്പം 736 കോടി രൂപ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ കമ്പനിക്ക് പറ്റി. പടുകുഴിയിലായിരുന്ന കമ്പനിയാണ് ഇപ്പം മെല്ലെ മെല്ലെ പിച്ച വെച്ച് കയറിക്കൊണ്ടിരിക്കുന്നത് പ്രോഫിറ്റിൻ്റെ ബേസ് ചെയ്തിട്ട്. 2024 കമ്പനി വീണ്ടും കുറച്ചുകൂടി ഇൻക്രീസ് നടത്തിയിട്ടുണ്ട്. 1285 കോടി രൂപ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇനി കമ്പനിയുടെ നെറ്റ് വർത്തിൻ്റെ കാര്യം നോക്കാം. നെറ്റ് വർത്ത് ഒരു ആശ്വാസകരമായിട്ടുള്ള ഒരു പോസിറ്റീവ് ടെൻഡൻസി നൽകുന്ന ഒരു ചാർട്ടാണ് നമുക്ക് കിട്ടുന്നത്. 2028 2024 വരെയുള്ള ചാർട്ട് പരിശോധിക്കുകയാണെങ്കിൽ 2020 21,695 കോടി രൂപയാണ് നെറ്റ് വർത്തുള്ളത്. 2021 വരുമ്പോൾ നല്ലൊരു പ്രഷർ അല്ലെങ്കിൽ നല്ലൊരു ജമ്പിങ് ഈ ഒരു നെറ്റ് വർത്തിൻ്റെ കാര്യത്തിൽ കമ്പനിക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. 33,138 കോടി രൂപ നെറ്റ് വർത്ത് 2020 നിന്ന് 2021 എത്തുമ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അത് ചെറിയ ഒരു കാര്യമല്ല എന്നുള്ളത് കൃത്യമായി നമുക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. 2022 33,699 നാമമാത്രമായിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റ് കമ്പനിയുടെ ഭാഗത്തു നിന്ന് നെറ്റ് വർത്തിൻ്റെ ആ ഒരു കാര്യത്തിൽ ഒരു കൊല്ലം കൊണ്ട് വീണ്ടും ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. 2023 ഇവിടെ നല്ല രീതിക്കുള്ള പെർഫോമൻസ് വീണ്ടും കമ്പനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. 40,718 കോടി രൂപയാണ് കമ്പനിയുടെ നെറ്റ് വർത്ത്. 2024 എത്തുമ്പം 42,155 കോടി രൂപയാണ്. ഈ 5 ലെഗുകളിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ കൂടുതൽ ഹൈ എൻഡായിട്ട് നിൽക്കുന്ന ഒരു ഫിഗർ ഉള്ളത് ഒരു ഡിജിറ്റ് ഉള്ളത് 42,155 കോടി രൂപയാണ്. അഥവാ ലാസ്റ്റ് സാമ്പത്തിക വർഷം 2024 ഇത് ഘട്ടം ഘട്ടമായിട്ട് ഉയരുന്നുണ്ട്. അതുപോലെ പ്രോഫിറ്റും ഘട്ടം ഘട്ടമായിട്ട് ഇൻക്രീസ് ചെയ്യാൻ കമ്പനിക്ക് പറ്റുന്നുണ്ട് എന്നുള്ളത് ഭാവിയിൽ എന്തൊക്കെയോ ആകാനുള്ള സാധ്യതകളും ഒരു കുത്തക കമ്പനികളൊക്കെ വന്നിട്ട് മൾട്ടിനാഷണൽ കമ്പനികളൊക്കെ വന്നിട്ട് യെസ് ബാങ്കുമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ടെന്നൊക്കെ കേൾക്കുന്നുണ്ട്. ഏതായിരുന്നാലും അതിൻ്റെ കാര്യമായിട്ടുള്ള ഒരു അപ്ഡേഷൻ വരുമ്പോൾ നമുക്ക് വീഡിയോ ചെയ്യാം. ഈ ഒരു അർത്ഥത്തിൽ നമുക്ക് ഒരു പ്രതീക്ഷ അറ്റിട്ടില്ല, ഇനിയും ഡെവലപ്പാകാൻ കമ്പനിക്ക് സാധിക്കുമെന്നുള്ളൊരു അവസ്ഥയിലേക്ക് നമ്മുടെ മനസ്സിനെ കൊണ്ടുവരുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി നെക്സ്റ്റ് ഈ ഒരു കമ്പനിയുടെ ഷെയർ പാറ്റേൺ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഏതൊക്കെ കമ്പനികളാണ് ആരൊക്കെയാണ് ഇതിൻ്റെ ഷെയർ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ളത് എന്നുള്ളത്. അതർ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കയ്യിലാണ് ബഹുഭൂരിപക്ഷം ഷെയറുകളും ഉള്ളത്. 38.10% അതർ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ കയ്യിലാണ് വെച്ചിരിക്കുന്നത്. നെക്സ്റ്റ് റീറ്റെയിൽ ആൻഡ് അതേഴ്സ് നമ്മളെ മാതിരിയുള്ള ആളുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ടോട്ടൽ നോക്കുകയാണെങ്കിൽ 34.42%. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കയ്യിലാണ് 26.74. ഒരു ബ്ലൂ ചിപ്പ് കമ്പനികളൊക്കെ സൂക്ഷിക്കുന്ന ഒരു ഫിഗറാണ്. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ അവരുടെ ചരിത്രം അല്ലെങ്കിൽ അവരുടെ ചാർട്ട് എടുത്ത് നോക്കിയാൽ ഈ ഒരു ഫിഗർ ബ്ലൂ ചിപ്പ് കമ്പനികളൊക്കെ സൂക്ഷിക്കുന്ന രൂപത്തിലുള്ളൊരു ഫിഗറാണ്. 26.74% ഫോറിൻ വിദേശ കമ്പനികൾ ഈ ഒരു സ്റ്റോക്ക് അല്ലെങ്കിൽ യെസ് ബാങ്കിൻ്റെ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നത് നിസ്സാരമായ കാര്യമല്ല. ഒന്ന് മനസ്സിലാക്കുക, ഇതിൽ നമ്മൾ ഒരു വിദേശ കമ്പനി ഇത് ചെയ്തിട്ടുണ്ടല്ലോ എന്ന ഒരൊറ്റ കാരണം കൊണ്ട് നമ്മൾ ഒരിക്കലും വാങ്ങിക്കരുത്. നമ്മുടേതായിട്ടുള്ള അനലൈസ് ചെയ്യണം. മ്യൂച്വൽ ഫണ്ടുകാരും ചെറുങ്ങനെ ഒന്ന് കൈവച്ചിട്ടുണ്ട് 0.74%. ഈ ഒരു രീതിക്കാണ് ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്നത്. വിനീതമായി പറയാനുള്ളത്, നമ്മളിത് ഷെയർ മാർക്കറ്റാണ്. നമ്മൾ ഹാർഡ് ആൻഡ് മണിയായിട്ട് കൊണ്ടുവരുന്നത് ഡിജിറ്റ് മണിയായിട്ട് മാറുമ്പോൾ മണിയുടെ അല്ലെങ്കിൽ പൈസയുടെ വാല്യൂ ഒരുപക്ഷെ പെട്ടെന്ന് തന്നെ നമുക്ക് ഫിസിക്കലി മനസ്സിലാകുന്നത് പോലെ തിരിച്ചറിയണമെന്നില്ല. അതുകൊണ്ട് ഒരു പരിധിവരെ നഷ്ടം വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് റെസ്റ്റ് എടുക്കുക, എന്നിട്ടും ആശ്വാസകരമായിട്ടുള്ളൊരു അന്തരീക്ഷം വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക, എന്നിട്ട് വീണ്ടും ഒന്ന് സ്റ്റാർട്ട് ചെയ്യലായിരിക്കും നമുക്കും പൈസയുടെ സാമ്പത്തിക സ്രോതസ്സ് അടഞ്ഞു പോകാതിരിക്കാനും നന്നാവുക എന്ന് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ പറയുകയാണ്. വിഷ് ഓൾ ദ ബെസ്റ്റ്. എല്ലാവർക്കും നന്ദി. നല്ല ട്രേഡിംഗ് ദിനങ്ങളൊക്കെ ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്.